നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ വസ്തു എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര നിസ്കരിച്ചാലും ആ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. നമ്മുടെ സക്കാത്ത് സ്വീകരിക്കൂല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ പോണ ഹജ്ജോ ഉംറയോ ഒന്നും സ്വീകരിക്കൂല. കോടാനുകൂടി നമ്മൾ സക്കാത്ത് കൊടുത്താലും പടച്ചോനത് വലിച്ചെറിയും കേട്ടോ. സമ്പത്ത് ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല, സ്വസ്ഥത ഉണ്ടാവൂല, ഒന്നും കിട്ടൂല. എന്താണ് ഉസ്താദ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്? പഠിക്കാം കേട്ടോ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി ആയിരിക്കണം കേട്ടോ എല്ലാവരും. ഞായറാഴ്ച ദിവസം നമ്മൾ അള്ളാനെ അറിയുന്ന ദിവസമാണല്ലേ. അള്ളാനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ആ പ്രണയത്തിലൂടെ കടന്നു പോകുന്ന ദിവസമാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, ഇല്ലേ, നോമ്പ് പിടിക്കുന്നവർ. ഇതൊന്നും ശരിയാവില്ല നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ. വീടേതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി. ആ വീട് നമ്മുടെ കൽബാണ്. നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ നിസ്കാരം സ്വീകരിക്കൂല കേട്ടോ. സമാധാനം ഉണ്ടാവൂല, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവൂല, ഒരു സംഗതിയും കിട്ടൂല നമുക്ക്. അതെന്ത് സാധനം നമ്മൾ എടുത്ത് കളയേണ്ടത്? പഠിച്ചാലോ നമുക്ക്? അള്ളാനോ എന്ന് അറിഞ്ഞാലോ? നിങ്ങൾ തയ്യാറല്ലേ? നമുക്ക് ഒരുമിച്ചൊന്ന് ആ ക്ലാസ് കേൾക്കണം. ഇത് കേട്ടിട്ടേ കാര്യമുള്ളൂ. ഇത് കേൾക്കാതെ നിങ്ങൾ എന്ത് അമൽ ചെയ്താലും, ഏത് ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടാലും ഒരു കാര്യമില്ല, ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഇത് പഠിക്കണം, ഈ സംഗതി പഠിക്കണം. പഠിച്ചാലോ നമുക്ക്? ഒരുമിച്ചൊന്ന് കേൾക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ ആ വരിയൊന്ന് പാടിക്കേ. കള്ളൂഷാപ്പിൽ നീ കേറിടാച്ചത് സ്വർഗ കള്ളിന് കോതിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാച്ചത് ഹൂറിമാരെ നീനച്ചിട്ടോ. അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്താണ്? നീ എന്താ കള്ളു കുടിക്കാത്തത്? ഇത് സ്വർഗത്തിലെ കള്ളു കുടിക്കാൻ. നീ എന്താ വ്യഭിചരിക്കാത്തത്? അത് ഹൂറിമാരെ കിട്ടാൻ. അല്ലേ? എന്നാൽ അങ്ങനെയാണോ? അടുത്ത വരി എന്താ? നിങ്ങൾ മറന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടിയതാ. വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പൊള്ളു പോലെ നീ തള്ളടോ, കള്ളൂഷാപ്പല്ല വേശ്യത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. സ്വർഗം എന്താണ്? അള്ളാനെ കാണലാണ്. അതാണ് ഹബീബ് റസൂലുള്ളാഹ്. സ്വർഗത്തിലുള്ള കുറെ മനുഷ്യന്മാർ പെട്ടെന്ന് പടച്ചോനും അവർക്കിടയിൽ ഒരു മറ വരുമ്പോ അവർ കരയും. എന്താ പറയണേ? ഞങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് നീ വലിച്ചെറിയണേ അല്ലാന്ന് അവർ വിളിച്ചു പറയും സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നമുക്ക് ആരെ കിട്ടണം? നമ്മൾ പറയണില്ല, ആരെ കിട്ടണം? ആരെ കിട്ടണം? കിട്ടണ്ടേ? അതായത് നിങ്ങൾ സ്നേഹിക്കുന്നത് ഭാര്യയാണോ അല്ലെങ്കിൽ അവളുടെ സ്വർണത്തെയാണോ? അപ്പൊ എങ്ങനെയാന്ന് അല്ലേ? ഫോർ എക്സാമ്പിൾ, വേണ്ട, ഭാര്യക്കൊരു 100 പവൻ സ്വർണ്ണുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നത് ആ സ്വർണത്തെയാണോ അല്ലെങ്കിൽ വൈഫിനെയാണോ? സ്വർണ്ണോ? വൈഫിനെ. അവളെ കിട്ടിയാൽ ഈ സ്വർണ്ണ ആർക്കുള്ളതാ? നിങ്ങൾ പറയണില്ല. അവളെ കിട്ടിയാൽ ഈ സ്വർണ്ണ ആർക്കുള്ളതാ? നമ്മുടേതാണ്, അവളുടേതല്ല. അല്ലേ? എന്നാൽ നമ്മൾ സ്വർണം ലക്ഷ്യം വെച്ചാൽ അവളുടെ മൈൻഡ് എന്തായിരിക്കും? എന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് നിങ്ങൾക്ക് വരാനുള്ളതൊന്നുമല്ല. അല്ലേ? എന്റെ വാപ്പ വെയിലത്തും മഴയത്തും കിടന്ന് ഇടങ്ങറായി ഉണ്ടാക്കിയ സാധനമാണ് ഇത് നിങ്ങൾക്കും കൊണ്ടുപോയി, നിങ്ങളുടെ ഉമ്മാക്കും കൊണ്ടുപോയി പുട്ടടിക്കാനോ നിങ്ങളുടെ ഉമ്മാക്കും കൊണ്ടുപോയി ലോക്കറിൽ വെക്കാനുള്ളതൊന്നും അല്ലത്. അത് നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചതുകൊണ്ടാ? നീ സ്വർഗം ലക്ഷ്യം വെക്കുമ്പോ പടച്ചോൻ പറയും, നിനക്ക് എന്നെ വേണ്ടല്ലേ? സ്വർഗാണല്ലേ വേണ്ടത്? അപ്പൊ തരാ ഞാൻ, അല്ലേ? എന്നാ നീ അവളെ ലക്ഷ്യം വെച്ച് നോക്കിയേ. എന്തിനാ മുത്തന്റെ സ്വർണ്ണമൊക്കെ? എനിക്ക് നിന്നെ കിട്ടിയില്ലേ ചക്കരെ, ഇന്ന് കാക്ക കൊണ്ടുപോയി വെച്ചോ, കൊണ്ടുപോയി വിറ്റോ, കാക്ക തൊട്ടേ വിറ്റോ. എനിക്ക് ഇത് നമ്മുടെതല്ലേ? നമ്മുടെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നത് ആർക്ക് വേണ്ടിയിട്ടാ? അവിടെ എനിക്ക് വേണ്ടിയെന്നല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് എന്നുള്ളത് നമുക്കായി. അതിലൊറ്റ സംഗതി വേണ്ടിയെന്നുള്ളൂ. എന്താണ്? അവളെ സ്നേഹിച്ചു.
നമ്മൾ അള്ളാനെ സ്നേഹിച്ച് എന്നാ മക്കളെ എന്റെ സ്വർഗം, ഇത് എന്റേതല്ല, പിന്നെ നമ്മുടേതാണ്. ഇത് നമ്മുടേതാണ്. ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇതാണ് ഈ കൽബ് നന്നാകാന്ന് പറഞ്ഞ. നമ്മൾ പറഞ്ഞില്ലേ, കൽബ് നന്നാകാന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടാകലാണ്? അള്ളാഹ് ഉണ്ടാകലാണ്. അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി. അൽ ഖൽബു, ഈ പ്രണയിക്കുന്നവന്റെ ഹൃദയം ആരുടെ സിംഹാസനാണ്? അതൊരു പ്രയോഗം മാത്രമാണ് സിംഹാസനം എന്നൊക്കെ കേട്ടോ, ഭാഷാർത്ഥത്തിൽ എടുക്കരുത്. അത് ആരുടെ അർശാണ്? അള്ളാഹുവിന്റെ അർശം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ 4 തരാണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഓർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങിയ സമയത്ത് ഒന്നാമത്തേതാ? ഉള്ളും പുറവും ശുദ്ധിയുള്ളവർ. ഹൃദയത്തിന്റെ ഉള്ളും ശുദ്ധിയാണ്, പുറം ഭാഗവും. ഇവരാണ് ടോപ്പ് ലെവൽ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും ഒക്കെ അല്ലേ? അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? രണ്ടാമത്തെ വിഭാഗം ഏതാ? ഉള്ളു ശുദ്ധാണ്, അവര് പുറം ഭാഗം ഒന്നും നോക്കൂല. ഇവരാണ് നമ്മൾ മജ്ദൂബുകളായ ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഉള്ളു മുഴുവൻ അള്ളയാണ്, പക്ഷെ പുറം ഭാഗം അതൊന്നും അവരെന്ത് ചെയ്യൂല. ഇതെവിടെയെങ്കിലും എത്തിപ്പിടിക്കാനുള്ള ഒരു കഥയല്ല, നമ്മളിത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സംഭവമാണ്. പടച്ചോൻ പറയുന്നുണ്ട്, ഞാനൊരു മറഞ്ഞിരിക്കുന്ന മുത്തായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹ് ഖുദ്സിയായ ഹദീസാണ്, ഞാനിങ്ങനെ മറഞ്ഞിരിക്കുമായിരുന്നു. എനിക്ക് ഉഹിബ്ബു അൻ ഉഅറഫ, അല്ല അങ്ങനെയല്ല ഹദീസ്, ഞാൻ വെളിപ്പെടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഫഖലഖ്തുൽ ഖലായിക്, ഞാൻ സൃഷ്ടികളെ പടച്ചു. അങ്ങനെ ഞാൻ വെളിപ്പെടാൻ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്തിനെ പടച്ചു? അപ്പൊ സൃഷ്ടികളെ പടച്ചെന്തിനാ? അവനെ കാണിച്ചു തരാനാണ്, അവനറിയാനാണ്. എന്നിട്ട് നമ്മളാ പണി എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടോ സാധനം? അള്ളാഹ് നമ്മളെ പടച്ചത് അവനെ കാണാൻ, അവനെ അറിയാൻ. അതായത് ഫഖലഖ്, എനിക്ക് എന്നെ വെളിപ്പെടുത്താൻ ഇഷ്ടം തോന്നി എന്നാ പടച്ചോൻ പറയണത്. എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോ ഞാൻ സൃഷ്ടികളെ പടച്ചു. അങ്ങനെയല്ലേ? അല്ലേ? നമ്മൾ ആരെ ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തിരിച്ച് നമ്മളും അള്ളാഹനെ ആസ്വദിക്കണം. ഒരു വികൃതി ഇല്ലാത്ത കുട്ടിയെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഒരു വികൃതിയും കാണിക്കണില്ല, വാപ്പ പറഞ്ഞതൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു റോബോട്ടിക്കായ കുട്ടിയായിരിക്കില്ലേ? റോബോട്ടിനെ പോലെയാണ്. ഇച്ചിരി വികൃതിയും ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമില്ല, തൂങ്ങി ഉറക്കമില്ല. ആർക്ക്? എന്നിട്ട് അവന്റെ പണി എന്താ? ഉറക്കം തൂങ്ങി ഉറക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒട്ടങ്ങേറായിട്ടിരിക്കണോ പടച്ചോൻ? അല്ല, ഉറങ്ങാതെ ഒരു കോട്ടുവായ പോലും ഇടാതെ അവൻ നമ്മുടെ ഈ കുസൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. അവനെ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്ന് അവൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ. അപ്പൊ നമ്മൾ ആരെ തിരിച്ചറിയണം? ആരെ തിരിച്ചറിയണം? നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുപോയി കൊടുക്കുന്നത്, ഇതൊക്കെ ആരുടെ സ്നേഹം തിരിച്ചറിയാനാണ്? നമ്മുടെ മനസ്സ്. എന്റെ സ്നേഹം ആര് തിരിച്ചറിയണം? എന്റെ കെട്ടിയോളും എന്റെ പിള്ളേരും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാ തഅഖുദുഹു ഇല്ല, അങ്ങനെ കുറെ നമ്മളിങ്ങനെ ഇരിക്കും, ഉറക്കൂല, തൂങ്ങി ഉറക്കൂല. എന്താ പരിപാടി? ഓ, ഇവളെന്നെ നോക്കിയൊന്നും ചിരിച്ചില്ലല്ലോ, സലാം പറഞ്ഞിട്ട് മടക്കിയില്ലല്ലോ, ഇവക്ക് എന്താ എന്നോട് ഇത്ര പിണക്കം, എന്നെ മൈൻഡ് ചെയ്യണില്ലല്ലോ, ഒന്ന് അടുത്തൊരു ചായ കൊണ്ടു തന്നൂടെ, എന്നെ ഒന്ന് നോക്കിക്കൂടെ? ലാ തഅഖുദുഹു, അവള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ എന്റേതാണ്. നമ്മൾ ആരുടേതാണ്? അള്ളാന്റേതാണ്. നമ്മൾ ആരുടേതാണ്? അള്ളാന്റേതാണ്. അള്ളാഹ് നമ്മുടേതുമാണ്, അള്ളാഹ് എന്റേതുമാണ്, എന്റെ റബ്ബാണവൻ. ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഉള്ളും പുറവും ശുദ്ധിയായിട്ട്. അതാണ് കൽബ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ സംഗതിയാണ്, കൽബിൽ ആരുണ്ടാകണം എന്നാണ്. ഇപ്പൊ നമ്മളൊരു സംഗതി സത്യം ചെയ്ത് പറയുന്നത് എന്തിനാ? അതിന്റെ ഗൗരവം മനസ്സിലാക്കാനല്ലേ. ചിലര് പറയും എന്റെ പുള്ളയാണ് സത്യം. പറയാൻ പാടില്ല, തനിച്ച ഹറാമാണ്. സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? റസൂലുള്ളാഹിനെ പിടിച്ചോലും സത്യം ചെയ്യാൻ പാടില്ല. ആരെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുള്ളൂ? എന്നാ ഖുർആനെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ? അത് അള്ളാന്റെ സിഫത്താണ്, സൃഷ്ടിയല്ല. ഖുർആൻ എന്തല്ല? സൃഷ്ടിയല്ല. അള്ളാന്റെ സിഫത്തുകളൊക്കെ പിടിച്ച് സത്യം ചെയ്യാം. സൃഷ്ടിയെ പിടിച്ച് പറ്റുമോ? പറ്റൂല. ഇതുപോലെ അള്ളാഹ് സത്യം ചെയ്യുന്നുണ്ട്. വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ
جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. 7 പ്രാപഞ്ചിക സത്യങ്ങളെ പിടിച്ച് രഹസ്യങ്ങളെ പിടിച്ച് അല്ല എന്ത് ചെയ്യണം? രസമാണ് ആ ഒരു ഖുർആനിന്റെ വല്ലുഹാ. വേറെ ഖിറാഅത്തുണ്ട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അത് മറ്റ് റസൂലുള്ളാഹിയിൽ നിന്ന് 7 ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സബീ ഖിറാഅത്ത്. നമ്മൾ പിന്തുടരുന്നത് ഹഫ്സ് റളിയല്ലാഹുവിന്റെ ഖിറാഅത്ത്. ഹഫ്സ് റളിയല്ലാഹു ഓതിയതുപോലെയാണ് നമ്മൾ ഓതുന്നത്. എന്നാൽ വേറെ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്ത് അത് ഗൾഫിൽ പല ഇടങ്ങളിൽ അങ്ങനെ ഓതുന്നവരുണ്ട്. അവര് വശംസി വദുഹാഹാ. രസാണ് ആ ഓത്തിങ്ങനെ കേൾക്കാനായിട്ട്. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെ സത്യം, ആ പ്രഭാതം തന്നെ സത്യം. വൽഖമരി ഇദാ തലാഹാ, ആ സൂര്യനെ തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെ സത്യം. വന്നഹാരി ഇദാ ജല്ലാഹാ, പ്രഭാതം തന്നെ സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയെ തന്നെ സത്യം. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. വൽ അർദി വമാ തഹാഹാ, ഭൂമിയെ തന്നെ സത്യം. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യന്റെ മനസ്സ് തന്നെ സത്യം. ഇതൊക്കെ പടച്ച അല്ലാഹനെ തന്നെ സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന മാറ്റിമറിക്കുന്ന അല്ലാഹനെ തന്നെ സത്യം. എന്നിട്ട് കുറച്ച് ഒരു കാര്യം പറയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. വിജയിച്ചത് ഒറ്റ ടീം മാത്രം. ഖദ് അഫ്ലഹ മൻ, ഹൃദയത്തിൽ ഞാനുള്ളവനെ വിജയിച്ചിട്ടുണ്ട്, ഞാനില്ലാത്തവനൊക്കെ തോറ്റുപോയിട്ടുണ്ട്. ഹൃദയത്തിൽ ആരുണ്ടാകണം? ഈ സത്യങ്ങളൊക്കെ ചെയ്തിട്ട് പടച്ചോൻ പറയുന്നത് തസ്കിയത്ത് എന്ന് പറഞ്ഞത്, ഹൃദയത്തിന്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞ കൽബിൽ ആരുണ്ടാകലാണ്? ആരുണ്ടാകലാണ്? അല്ലാഹ് ഉണ്ടാകലാണ് അല്ലേ? അതാണ് ജീവിതത്തിന്റെ വിജയം. കല്യാണ ജീവിതത്തിലെ വിജയം എന്താണ്? രണ്ടുപേരുടെയും കൽബിൽ പരസ്പരം ഉണ്ടാകലാണ് ഇല്ലേ? രണ്ടുപേരുടെയും കൽബിലില്ല. യാന്ത്രികമായിട്ട് എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഭാര്യയുടെ മനസ്സിൽ ആരില്ല? ഭർത്താവും ഇല്ല. ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയില്ല. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ അടുക്കളയിലുണ്ട്. ഇവനാണെങ്കിൽ പുറത്ത് ജോലിയെടുത്ത് തീറ്റയും ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേതുപോലെയാ നമ്മുടെ നിസ്കാരം പോലെയാ. കൽബിൽ അള്ളയില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് പിടിക്കുക, പട്ടിണി കിടക്കുന്നുണ്ട്, നമ്മൾ വാരിക്കൂരി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ കൽബിൽ ആരില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒന്നും ആസ്വാദനം നമുക്ക് ലഭിക്കാതെ പോണത്. അപ്പൊ കൽബിൽ ആരുണ്ടാകണം? ഒരിക്കലേ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കണം. ഇമാമത്തിക്കുമ്പോ ഫാത്തിഹ ഓതിയിട്ട് മൂപ്പര് പിന്നെ സൂറത്തുൽ ബഖറ അങ്ങോട്ട് ഓതാൻ തുടങ്ങി. സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടാവും? റമളാനിൽ കുനൂത്ത് ഇത്തിരി നീണ്ടുപോയപ്പോ തന്നെ ഉസ്താദ് ബാക്കിൽ വെക്കണവരെയൊന്നും അങ്ങോട്ട് പരിഗണിക്കണില്ല എന്ന് പറഞ്ഞ ടീംസാണ്. ബഖറ. രണ്ടാമത്തെ റക്അത്തിൽ ആലു ഇമ്രാൻ ഓതി. ആര്? മുആദ് റളിയല്ലാഹു അൻഹു. ജനങ്ങൾ ഇടങ്ങേറായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് പറയും, നബിയെ ചങ്ങായി മനുഷ്യനെ ഇടങ്ങേറാക്കാട്ടോ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫത്താനുണ്ടൽത്ത, ഫിത്ന ഉണ്ടാക്കണോ നീ? ബാക്കിലുള്ളവരെ പരിഗണിച്ചിട്ട് ചെറിയ സൂറത്ത് ഓതിക്കൊള്ളണം സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് റസൂൽ 2 സൂറത്ത് പറഞ്ഞു കൊടുക്കാൻ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല ഓതിക്കോ, വശംസി വദുഹാഹ ഓതിക്കോ. നബി തങ്ങൾ വായ കൊണ്ട് പറഞ്ഞതാണ് ഈ ഹദീസ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയും വശംസി, അതാണ് നമ്മളിപ്പോ നേരത്തെ ഓതിയത്. സബ്ബിഹിസ്മയിൽ എന്താ ഉള്ളത്? ഓതി വരുമ്പോ ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ആദ്യം അത് അഫ്ലഹ, ഹൃദയത്തിന് വിശുദ്ധി കിട്ടിയാണ്. അതായത് കൽബിൽ അല്ലാഹ് ഉള്ളവൻ വിജയിച്ചു. എന്നിട്ട് വദക്കറ ഇസ്മ, നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോ, നിസ്കരിച്ചോ. അപ്പൊ നിസ്കരിക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ കൽബിൽ ആര് വേണം? അല്ലാഹ് വേണം. ഇതാണ് ഈ സൂറത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ കുറെ ഇങ്ങനെ അർത്ഥം വായിച്ചു വെച്ച് ഖുർആൻ ഇങ്ങനെ ഹത്തുമാക്കി കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഇതിൽ ഈ വൈകാരികത വരണ്ടേ? എന്റെ റബ്ബിൻ്റെത്, ഞാൻ ആരുടേത്? എന്റെ ഉമ്മാൻ്റെത് എന്ന് പറയുമ്പോൾ ഒരു വൈകാരികത ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഉമ്മാന്റെ കുട്ടിയാ, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ്. ഞാൻ എൻ്റെ ആ വൈകാരികത കണക്ട് ആകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതായത് ഹാർഡ്വെയർ ഒക്കെ ഓക്കെയാണ്, സോഫ്റ്റ്വെയർ പോയില്ലേ? എന്റെ കയ്യിലിരിക്കണം ഐഫോൺ 17 അല്ലെങ്കിൽ 24 അൾട്രയാണ്, പക്ഷെ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ്. പിന്നെ ഫോൺ എന്തിനുള്ള? വുളൂക്ക് എടുത്ത് ഓക്കെയാണ്, പക്ഷെ ഉള്ളിൽ ആരില്ല, അല്ലാഹ് ഇല്ല. പിന്നെ നിസ്കാരം എന്തിനാ?
ഹാർഡ്വെയർ ഒക്കെ ഓക്കെയാണ്, സോഫ്റ്റ്വെയർ മോശമായി പോയി. നിസ്കാരം എന്തിനാ? അതുകൊണ്ട് തന്നെ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഖൽബ് നന്നാക്കി, ഖൽബിൽ അല്ലാഹുണ്ടായിരിക്കെ നിങ്ങൾ നിസ്കരിക്കണേ. ആ നിസ്കാരത്തിലെ ആനന്ദം കിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ ബൽ തുഅ്സിറൂനൽ ഹയ, ഇത് കേൾക്കാനൊന്നും രസം ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ കഥയെന്ന് പറഞ്ഞ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ സെലക്ട് ചെയ്യണത് ദുനിയാവാണ്. അവർക്ക് ദുനിയാവിന്റെ പുറകെ ഓടിയാൽ മതി. ചിന്തിച്ചു നോക്കി, എത്ര പേർക്ക് അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു ഒരു സംഗതിയിലിരിക്കാൻ, ആഴങ്ങളിൽ പഠിക്കുന്നൊരു വിഷയത്തിലിരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമുക്ക് തന്നെ എപ്പോഴാ താല്പര്യം ഉണ്ടാവുന്നത്? അല്ലാഹു പറയാ, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിനെ തെരഞ്ഞെടുത്തിട്ട് അതിന്റെ പിന്നാലെ ഓടണവര്. അവർക്ക് പിന്നെ എങ്ങനെ സമാധാനം കിട്ടുക? അവർക്ക് പിന്നെ എങ്ങനെ എന്നെ കിട്ടുക? അവർക്ക് എന്നെ വേണ്ടല്ലോ, അവർക്ക് ദുനിയാവല്ലേ വേണ്ടത്. എന്റെ കാക്കാക്ക് സ്വർണം മാത്രം മതി, എന്നെ വേണ്ടല്ലോ. എന്നെ വേണമെങ്കിൽ ഞാൻ സ്വർണ്ണമൊക്കെ കൊടുക്കൂലേ? എന്നെ വേണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ആരെ വേണം നമുക്ക്? ആരെ വേണം? ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇവരുടെ ഉമ്മത്തിനൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ സംഗതിയാണ്. ഇതേ ഉള്ളൂ നന്നാകാനായിട്ട്, അല്ലേ? ആ പാട്ടെങ്ങനെ ആയിരുന്നടാ? ഒരു മൂസാ നബിയോട് പറഞ്ഞത് മനസ്സേ, ഒരു പാട്ടുണ്ടായില്ലേ? മൂസാ നബിയെ കേറിവാന്ന് പറഞ്ഞ പാട്ട് തുടക്കം എങ്ങനെയാ? ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ, അല്ലേ? അറിഞ്ഞതെല്ലാം എറിഞ്ഞുടച്ച് തൂരിസിനാമല കേറിവാ. ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച്. നമ്മള് നിസ്കരിക്കാൻ വന്ന് പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോ കുറെ സംഗതികളൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. ദുനിയാവുണ്ട്, കച്ചവടമുണ്ട്, മറ്റതുണ്ട്, മറിച്ച് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് മാത്രം ഈ കുദുസിലേക്ക് വന്ന് നിന്നാ മതി. കാരണം നീ നിൽക്കാൻ പോണത് നിന്റെ റബ്ബിന്റെ മുമ്പിലാണ്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ മാറാപ്പിന്റെ ഭാണ്ഡങ്ങളൊന്നും നിന്റെ ശരീരത്തിൽ വേണ്ട. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. രോമണീറ്റുകളൊക്കെ എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത്. അൽഹംദുലില്ലാ. അതിലപ്പുറം ഒരു ആസ്വാദനം വേറെ ഇല്ല. അതാണ് ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ. അറിഞ്ഞതെല്ലാം എറിഞ്ഞുടച്ച് തൂരിസിനാമല കേറിവാ. അള്ളാഹുവിലേക്ക് കയറണം. അല്ലാഹു അക്ബർ തിരിച്ചറിഞ്ഞ് കയറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ മൂന്നാമത്തെ വിഭാഗം ഏതാണെന്നറിയോ? അവര് മനസ്സിൽ മാലിന്യമുള്ളവരാ. മനസ്സിൽ പക്ഷെ പുറത്ത് പക്കയായിരിക്കും. നമ്മളൊക്കെ ഏതാണ്ട്, ഞാൻ ഏതായാലും ആ കോലത്തിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങള് മുത്തക്കൈങ്ങളായിരിക്കാം, അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചു നോക്കി. മനസ്സ് നിറച്ചു മാലിന്യായിരിക്കും. മനസ്സിൽ അഹങ്കാരം, തോന്നിവാസം, ഹറാമായ വൈകാരികത എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിക്കാണ്. പുറത്ത് വെള്ളയൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നമ്മൾ നടക്കും. മൂന്നാമത്തെ വിഭാഗം ഇവരാണ്, അല്ലേ? ഇവര് പെയിന്റ് അടിച്ച സെപ്റ്റി ടാങ്ക് പോലെയാണ്. പെയിന്റ് അടിച്ച വല്ല ഗുണം ഉണ്ടാവോ? അപ്പോ ഖുർആൻ പറയാൻ അവരുടെ വർത്താനം കേട്ടാൽ എന്തൊരു ഈമാനാന്ന് നമ്മൾ ചോദിച്ചു. ഓ, ഇവരൊക്കെ അർത്ഥം പറയണ കേട്ടാലേ. അങ്ങനെ ചില നിസ്കാരത്താഴുമ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ അതേപോലെ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ പാടില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞേ, നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി വന്നിട്ട് 15 ലക്ഷം രൂപ ബിസിനസ്സിലിടാൻ ചോദിച്ചു. ബിസിനസ്. അപ്പൊ എൻ്റെ താത്ത എന്നെ വിളിച്ചേക്കെ, മോനെ കൊടുക്കട്ടെ. കൊടുക്കാനാണ് ചോദിക്കണത്, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല നമ്മളോട്. ഞാൻ പറഞ്ഞു, താത്ത എന്താ കൊടുക്കാനുള്ള റീസൺ? എടാ നിസ്കാരത്തഴമ്പൊക്കെ കണ്ടല്ലോ മോനെ, മൂപ്പര് തഹജ്ജുദൊക്കെ പക്കയാണ്. എന്നെയൊന്നും നോക്കണില്ല, എന്നെയൊന്നും ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 പൈസ കൊടുത്തു വരുത്. കാരണം മൂപ്പര് വന്നിട്ട് അവിടെ പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ നിസ്കാരത്തിന്റെ കഥയും തഹജ്ജുദിന്റെ കഥയൊക്കെയാണ്. ഈ പുള്ളി തഹജ്ജുദ് നിസ്കരിക്കുന്നു ഇത്താത്ത എങ്ങനെ പറഞ്ഞത്? പുള്ളി പറയേണ്ട അറിയോ? ഇപ്പൊ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് പൈസ ചോദിച്ചാൽ 5 പൈസ കൊടുത്തു വരുത്. നല്ലവനാടാ, കൊടുത്ത്. അടുത്ത മാസമാണ് മൂപ്പര് ആത്മഹത്യ ചെയ്തേക്കണം. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പോയില്ലേ 15. അള്ളാഹു ഖുർആനിൽ പറയാണ്, ദുനിയാവിലെ ജീവിതത്തില്
അവരെ വർത്താനം കേട്ടാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. പറ്റിക്കാണ് കേട്ടോ, ഖുർആൻ പറയാം, പറ്റിക്കാൻ. നമ്മുടെ ഒപ്പം ഒരുമിച്ചിരിക്കുമ്പോ വലിയ അർത്ഥനൊക്കെ പറയും, പുറത്തിറങ്ങിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കും. ഉമ്മാരെ സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് പറയുന്നുണ്ട് ഫഹസ്ബുഹു ജഹന്നം, അവർക്ക് നരകം മതി. അവർക്ക് നരകം ഞാൻ കൊടുക്കൂന്നല്ല പറഞ്ഞത്, അവർക്ക് എന്ത് മതി? മതി. അവർ ഉറപ്പിച്ചിരുന്നു, അവർക്ക് എന്നെയൊന്നും വേണ്ട, അവർക്ക് അത് മതി അല്ലേ. അയാൾക്ക് സ്വർണം മതി, എന്നെയൊന്നും വേണ്ട. സ്വർഗാക്കടെ അടുത്താണ്, ഇവൻ എന്ത് മതി? അവള് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങും നിന്റെ ടെൻഷൻ അടി ഇല്ലേ? അല്ലേ? ഒരാവേശത്തിൽ കയറി ഡിവോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ എത്ര പേരുണ്ട്, വേണ്ടായിരുന്നു തോന്നാണ് ഉസ്താദേ, അവളെ പോലെ എന്റെ ഉമ്മ പോലും എന്നെ മനസ്സിലാക്കണില്ല അല്ലേ. അവർക്ക് നരകം മതി. അവര് ദുനിയാവിൽ തെരഞ്ഞെടുത്തുന്ന നരകാണ്, അപ്പൊ ആഖിറത്തിൽ നരകാണ്. അവർക്ക് എന്നെ വേണ്ട, അവർക്ക് എന്നെ വേണ്ട. ഞാൻ ചുരുക്കാൻ. നാലാമത്തെ വിഭാഗം ഏതാണെന്നറിയോ? അവര് ഉള്ളും പുറവും മലിനമായ വിഭാഗമാണ്. ഉള്ളും പുറവും, ഉള്ളിലും മോശം പുറത്തും മോശം. ഇവരാണ് മുശ്രിക്കുകൾ, കാഫിറുകൾ, മുനാഫിക്കുകൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഉറക്കം വരുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ല. അതായത് എന്താ ഈ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ? മുശ്രിക്ക് എന്ന് പറഞ്ഞാല് പുറത്തുള്ള മുശ്രിക്കല്ല, നമുക്കിടയിൽ തന്നെ മുശ്രിക്കുകളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ, നീ മുശ്രിക്കാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ എന്റെ മനസ്സിൽ വരുന്നത് വേറൊന്നാണെങ്കിൽ ആ അർത്ഥത്തിൽ ഞാൻ ആരാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റുബൽ മസ്ജിദൽ ഹറാം. മുശ്രിക്കീങ്ങൾ നജസാണ് നബിയെ. ഈമാനുള്ളവരെ, മുശ്രിക്കീങ്ങൾ എന്താണ്? നജസാണ്. നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് അടുക്കരുതേ. അതുകൊണ്ട് ഹറം ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ, നോൺ മുസ്ലിമിന്. പക്ഷെ ഏറ്റവും വലിയ മുശ്രിക്കീങ്ങളാ പോണത് അതിൻ്റെ അകത്തോട്ട്. ആ കഅബയുടെ ഖില്ല നീ പിടിക്കുമ്പോഴും നിന്റെ മനസ്സിൽ അല്ലാഹ് ഇല്ല, നിന്റെ മനസ്സിൽ കച്ചവടാണ്, ദുനിയാവാണ്. മോനെ, നീയാണ് സാക്ഷാൽ മുശ്രിക്ക്. ആ അർത്ഥത്തിൽ നീയാണ് മുശ്രിക്ക്. നിനക്ക് അല്ലാഹനെ കിട്ടിയിട്ടില്ല. അത് നീ കഅബാലയത്തിൽ പോയി നിന്ന് പൊട്ടിക്കരഞ്ഞാലും മത്താഫിലൂടെ ഓടിക്കരച്ച് നടന്നാലും ഖൽബിൽ അല്ലാഹ് ഇല്ലേ, നീ ആ ഭാഗത്തേക്ക് അടുക്കരുത് എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. മനസ്സിലായ? അപ്പൊ അങ്ങനെ കിട്ടാനായിട്ടുള്ള ഒരു വഴി നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹു എന്നെ 10 മിനിറ്റ് പറഞ്ഞു നിർത്താം. അല്ലാഹു എന്നെ നേരായ വഴി നിന്നിലേക്ക് എത്തിക്കണം എന്നല്ല കുറച്ച് നമ്മൾ ദ്വാരക്കണത്, നേരായ വഴിയിൽ എത്തിക്കണം. ആ വഴി ഏതാ? സിറാത്തൽ ലദീന അല്ലാഹ് അനുഗ്രഹിച്ചു ആരൊക്കെയാണ്? മിനൻ നബിയ്യീന സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അതാണ് ഖുർആൻ പറയുന്നത്. നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾ. അതായത് ഈ പാത എന്ന് പറഞ്ഞാല് അള്ളാനെ പ്രണയിച്ചവരുടെ. ഖിളിർ നബിയുടെ കൂടെ മൂസാ നബി പോയ എന്തിനാ? സൂറത്തുൽ കഹ്ഫിൽ അതാണല്ലേ. എന്തിനാ പോയത്? മൂസാ നബിയേക്കാൾ വലിയ ആളാണോ ഖിളിർ നബി? അല്ല, ഒരു താഴെയല്ലേ. മൂസാ നബി അള്ളാന്റെ റസൂലല്ലേ. അത് അള്ളാഹ് കൊടുത്തതാണ്. മറ്റത് പ്രണയിച്ചു വാങ്ങിയതാണ്. ആര്? ഖിളിർ നബി അലൈഹി സ്വലാം. അപ്പൊ ഈ ഖിളിർ, അതായത് മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഏത്? മൂസാ നബിയുടേത്. ഖിളിർ നബിയുടേത് ലവ് മാരേജ്. അപ്പൊ ഈ ലവ് മാരേജിന്റെ സുഖം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മൂസാ നബി ആ ബന്ധത്തിന്റെ തീവ്രത ഒന്ന് മനസ്സിലാക്കാനേ. അപ്പൊ ഖിളിർ നബി പറഞ്ഞ എന്താ? സംഗതി എന്റെ കൂടെ പോകുന്ന പലതും ഞാൻ കാണിക്കും വേണ്ടി പോരുതെന്നാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലേ. അതാണ് പ്രണയം. ആരെ പ്രണയിച്ചു? അല്ലാഹനെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറഞ്ഞാൽ അല്ലാഹനെ പ്രണയിച്ചവരുടെ പാത. അതായത് ഈ വഴിയിൽ നമ്മൾ പ്രവേശിച്ചാൽ ഇവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും. ഇവരൊക്കെ എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുക, അവരെവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ എത്തിയാൽ നമ്മൾ അവരെ കണ്ടു. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമുക്കൊരു രോഗം വന്നു. നമുക്കൊരു അയ്യൂബ് നബിക്കും രോഗം വന്നു, നമുക്കും രോഗം വന്നു. രോഗം വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്? അയ്യൂബ് നബി എങ്ങനെയാണ്? നമുക്ക് ടെൻഷനാണ്, അയ്യൂബ് നബിക്ക് അൽഹംദുലില്ലാ. ആ രോഗം വന്ന സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ ആരെ കണ്ടുമുട്ടിയിട്ടുണ്ട്? അയ്യൂബ് നബിയെ. ഇതാണ് സിറാത്തൽ ലദീന. അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ വഴി എന്ന് പറഞ്ഞ ഇതാണ്. അള്ളാഹ് കൊടുത്തതൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ വഴി. സിറാത്തൽ ലദീന എന്ന പരാതിയും പരിഭവം പറയുന്നവരാരാ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അത് അള്ളാഹ് കോപിച്ചവരാ. അവര് നമ്രൂദിന്റെ ആളുകളാ.
നമുക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ കച്ചവടം നഷ്ടത്തിലായി പോകുമ്പോൾ നമുക്ക് പരാതിയാണ്, ടെൻഷൻ ആണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയത് നമ്രൂദിനെയാണ്, ഫിറഔനെയാണ്, ഹാമാനെയാണ്, കാറൂനെയാണ്. എന്നാൽ അൽഹംദുലില്ലാ ആണെങ്കിലോ നമ്മൾ കണ്ടുമുട്ടിയത് അയ്യൂബ് നബിയാണ്, യൂനുസ് നബിയാണ്. അതാണ് 5 നേരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അതാണ്, ഇതാണ് നിസ്കാരത്തിന്റെ മിസ്താക്ക് എന്ന് പറഞ്ഞാൽ. നിസ്കരിച്ചതുകൊണ്ടൊരു സാധനം നമുക്ക് കിട്ടണ്ടേ, സമാധാനം കിട്ടണ്ടേ? മനസ്സിലായോ? ഇത് കിട്ടിത്തുടങ്ങിയാൽ മനസ്സിലാവാം നമുക്ക് നിസ്കാരം ഫലം ചെയ്യാനുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക്, ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ല, ചില ആളുകൾക്ക് ഈ തൊലിപ്പുറത്ത് ചൊറിച്ചിൽ വരും. കുറെ സ്കിൻ ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷെ രോഗം മാറണില്ല. അപ്പോ നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് കയ്യിലെ ചൊറിച്ചിലിന്റെ പ്രശ്നമല്ല, അത് കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അതിന്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോ പതിയെ പതിയെ ഈ സാധനം. അപ്പൊ നിസ്കാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം അറിയുമ്പോഴാണ്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ്, അള്ളാനെ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ സുഖം നമ്മൾ പതിയെ പതിയെ. മറ്റേത് നമ്മൾ തൊലിപ്പുറത്ത് മരുന്ന് ഉരുട്ടിയിരിക്കണ പോലെ നമ്മുടെ നിസ്കാരം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ പാനായിക്കുളം ബാപ്പു മുസ്ലിയാരെ കണ്ടവരുണ്ടോ ഈ കൂട്ടത്തില്? എവിടെ വെച്ചാ കണ്ടേക്കണേ? വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെ വെച്ചാ കണ്ടേക്കണേ? അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ടില്ലേ? ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കുറെ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമുക്കും രോഗങ്ങൾ വരാറുണ്ട്. അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും പരാതിയും പരിഭവം പറഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹിലായിരുന്നു. നമുക്ക് രോഗം വരുമ്പോ നമ്മൾ അൽഹംദുലില്ലാ പറയുന്ന ആ ബോധ്യത്തിലേക്ക് എത്തിയാൽ നമ്മൾ യഥാർത്ഥ പാനായിക്കുളം പാപ്പുവിലേറെ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. ഏതുപോലെ അന്താ അബൂ ജഹൽ കഹാ ദേഖാ മുഹമ്മദ് കോ സിദ്ദീഖോ ദേഖാ ഹഖീഖത്തെ മുഹമ്മദ് കോ. അല്ലേ? അങ്ങനെയല്ലേ? അന്ധനായ അബൂജഹൽ എവിടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അബൂജഹൽ ആരെ കണ്ടിട്ടില്ല? റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അബൂജഹൽ കണ്ടത് അബ്ദുള്ളാഹുടെ മോനെയാ. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഹഖീഖത്തെ മുഹമ്മദ് കണ്ടത് സിദ്ദീഖ്. ഇതുപോലെയല്ലേ നമ്മൾ കാണുന്നത്? കാണേണ്ട പോലെ കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ 5 വക്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു ആയത്തും കൂടെ പറഞ്ഞു നിർത്താൻ. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ. ഖുദ് എന്താ അർത്ഥം? എടുക്ക് നബിയെ. എന്താണ്? ഇങ്ങോട്ട് എടുക്ക് നബിയെ. മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന്, സദഖതൻ, ധാർമ്മികമായി, സത്യസന്ധമായി. എന്ന് പറഞ്ഞ എന്താ? ആയത്ത് മനസ്സിലായില്ല അല്ലെ? അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങേക്ക് അവകാശം ഉണ്ട്, അങ്ങ് എടുത്തോ നബിയെ എന്നാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാത്? മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങളോട് പറയാണ്, അങ്ങ് അവരിൽ നിന്ന് ധാർമ്മികമായി തന്നെ ചോദിക്കണ്ട, പറയണ്ട, അങ്ങ് എടുത്തോ നബിയെ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത് ആർക്ക് എടുക്കാനുള്ള യോഗ്യത? ആർക്കുള്ളത്? ഏതെടുത്താലും തൻ്റെതാക്കാൻ കഴിയില്ല എന്നും എത്ര പോയാലും തൻ്റേത് പോവില്ല എന്നും ഉറപ്പുള്ള മനുഷ്യനെ എടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ? ഏതെടുത്താലും തൻ്റേതാക്കാൻ കഴിയൂല. ഇതെടുത്താലും മിൽക്കിയത്ത്, ഉടമസ്ഥത ആർക്ക് മാത്രമാണ്? മാലിക്കുൽ മുൽക്ക് ആര് മാത്രമാണ്? ഉടമസ്ഥൻ അവൻ മാത്രം. അതുകൊണ്ട് തന്നെ എന്തെടുത്താലും അത് എന്റേതാക്കാൻ കഴിയൂല, എന്ത് കൊടുത്താലും എന്റേത് പോവില്ല എന്ന് ഉറപ്പുള്ള മനുഷ്യൻ, അവനെ എടുക്കാനുള്ള. അതാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി ഒരിക്കലും നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന ഒരു സ്വർണ്ണ നാണയത്തെ കുറിച്ച് ഓർമ്മ വരികയാണ്. നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ളൊരു നാണയത്തെ കുറിച്ച് ഓർമ്മ വന്നു. അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിന്? വേഗം പോയിട്ട് ആ നാണയം എടുത്ത് ദാനം ചെയ്തിട്ട് വന്ന് അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ദാനം ചെയ്യേണ്ടി വരും? ചിന്തിച്ചു നോക്കി അല്ലേ? അപ്പൊ ഈ ബോധ്യമുള്ളവർക്കാണ് എടുക്കാനുള്ള. അള്ളാഹുവാണ് മാലിക് എന്ന് തിരിച്ചറിഞ്ഞവർക്കാണ് എടുക്കാനുള്ള അവകാശം. അതെത്ര എന്റേതാക്കിയാൽ എന്റേതാവോ? ഇല്ല, അതാരുടേത് മാത്രമാണ്. ഇതെന്തിനാ റസൂലുള്ളാഹിനോട് അള്ളാഹ് എടുക്കാൻ പറഞ്ഞത്? തുതഹിറുഹും വതുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യാൻ, അവരുടെ ഹൃദയം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നായ ആളുകൾ ഉണ്ടെങ്കിൽ ഫസ്വല്ലി അലൈഹിം, നബിയെ അങ്ങ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അങ്ങ് അവർക്ക് വേണ്ടി എന്തിനാ ദുആ ചെയ്യണത്? ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനാണ്, അങ്ങയുടെ നോട്ടം അവർക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നമ്മളൊരു 1000 രൂപ ദാനം ചെയ്തു, നമ്മുടെ സമാധാനം എവിടെയിരിക്കും? ബാക്കി 9,000 ഉണ്ടല്ലോ, ഓ സെറ്റായി. എന്നാൽ റസൂലുള്ള എടുക്കുന്നവർ അങ്ങനെ ഇരിക്കൂല.
അവര് 10,000 കയ്യിൽ നിന്ന് കൊടുത്താലും റസൂലുള്ള എന്നെ തെരഞ്ഞെടുത്തല്ലോ. ഇന്ന സ്വലാത്തക്ക സക്കനുല്ലോ. അവരുടെ സമാധാനം അങ്ങാണ് നബിയെ, അങ്ങയുടെ പ്രാർത്ഥനയാണ് നബിയെ, അങ്ങയുടെ നോട്ടമാണ് നബിയെ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ നമ്മൾ കൊടുത്താൽ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാവൂല. അതാരെടുക്കണം? റസൂലുള്ള. ഇച്ചിരി വിശദീകരിക്കേണ്ട വിഷയമാണ്. അതായത് ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം പട്ടിണിയാണ്. 3 ദിവസം. 3-ാം ദിവസം ഉണ്ട് സയ്യിദുനാ റസൂലുള്ള നബിതങ്ങളെ കണ്ടപ്പോ വിശപ്പ് മാറി. 3 ദിവസം വിശന്ന് പൊരിഞ്ഞിക്കണ സിദ്ദീഖ് റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഇന്ന സ്വലാച്ചക്ക, അങ്ങയെ കണ്ടാൽ മതി, അങ്ങയുടെ നോട്ടാണ് അവരുടെ സമാധാനം നബിയെ. വിശപ്പ് മാറും, ദാഹം മാറും, ടെൻഷൻ മാറും. അങ്ങാണ് അതിന്റെ കാരണം സയ്യിദുനാ റസൂലുള്ളാഹ്. അതല്ലേ സിദ്ദീഖ് എല്ലാം കൊണ്ടൊന്നും കൊടുത്തില്ല ദാനം ചെയ്തപ്പോ. അപ്പൊ ചുമ്മാ അബ്ഖൈത ലി അഹ്ലിക, എന്താ കുടുംബത്തിന് ബാക്കി വെച്ചത്? അല്ലാഹു റസൂൽ, അല്ലാഹു റസൂലുള്ള ഉണ്ടല്ലോ നബിയെ. അത് സിദ്ദീഖ് കൊടുത്തതല്ല, ആരെടുത്തതാണ്? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അതാണ് സമാധാനത്തിന്റെ കാരണം. അപ്പൊ നമ്മുടെ ഇന്ന് റസൂൽ എടുക്കോ? നഫീക്കും റസൂലുള്ള. ഖുർആൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ആരുണ്ട്? അപ്പൊ നമ്മളോട് നല്ലത് കൽപ്പിക്കുന്നതിൽ ഒരു പങ്ക് ആരുടേതാണ്? റസൂലുള്ളാഹ്. പറയണ മനസ്സിലാവുണ്ടോ? നിങ്ങളിൽ റസൂലുള്ള ഉണ്ട് എന്ന് ഖുർആനിന്റെ അധ്യാപനാണ്. ആ റസൂലുള്ള നിങ്ങളിൽ ഉണ്ടെങ്കിൽ, റസൂലുള്ള ഒരു സംഗതി പറയുമ്പോ എന്റെ ഇന്ന് പോവോന്നല്ല നമ്മൾ ചിന്തിക്കുക. എന്നെ റസൂലുള്ള ഞാൻ ആരുടേതായി? ഞാൻ റസൂലുള്ളാന്റേതായി. അതാണ് അവിടുത്തെ വിഷയം. എന്നെ റസൂലുള്ള തെരഞ്ഞെടുത്തല്ലോ. ഇപ്പൊ എന്റെ ഒരു ഉസ്താദ് ഉണ്ട്, അദ്ദേഹം പറയും, അബ്ബാസാജി ഒരു 50,000 കൊടുക്ക്. ഇവിടെ കുറെ പേരുണ്ടാകും ക്ലാസ്, പള്ളിയുടെ പരിപാടികൾ. അബ്ബാസാജി 50,000 കൊടുക്ക്, കാതറാജി 1,00,000 കൊടുക്കണം കേട്ടോ. ഉസ്താദേ നമ്മൾ കാതറാജി 1,00,000. പിന്നെ ഇവിടെ വിഷയ വ്യത്യാസം എന്താണ്? ഇവിടെ ഉസ്താദ് പറഞ്ഞപ്പോ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നോ? എന്നെ ഉസ്താദ് തെരഞ്ഞെടുത്തു. അതാണ് എന്റെ സന്തോഷം. അവിടെ 1,00,000 പോണയിലുള്ള ടെൻഷൻ അല്ല. കാരണം ഇന്ന സ്വലാത്തക്ക സക്കനുൻ, ഏറ്റവും വലിയ സമാധാനം റസൂലുള്ള എന്നെ നോക്കിയതാണ്, റസൂലുള്ള എന്നെ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ നമ്മൾ ഈ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയെ നമ്മൾ നടക്കുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ടവരിൽ ഏറ്റവും ഔന്നത്യം ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുന്നത് ഈ സമാധാനത്തിന്റെ പാതയിലാണ്. വളരെ വിശദാക്കേണ്ട വിഷയം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ വഴിയെ നമ്മൾ നടക്കണം. അപ്പൊ അവരെ കണ്ടുമുട്ടിയാൽ അവരിലൂടെ നമുക്ക് ആരെ കാണാൻ പറ്റും? അള്ളാഹിനെ കാണാൻ പറ്റും. അതാണ് ഈ അമ്പിയാക്കളെ ഔലിയാക്കളിലേക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ കാണിച്ചു തരലാണ്? ആരെ കാണിച്ചു തരില്ല. അവരിലൂടെ നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന ശുഹദാഇ വസ്സാലിഹീൻ. ഇവരിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത് റബ്ബുൽ ആലമീനായ അള്ളാഹിനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് നമ്രൂദ്, ഫിർഔൻ, ഹാമാൻ, കാഫിർ, മുശ്രിക്ക്, മുനാഫിക്ക് ഈ പാതയിലായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കൽബ് നമുക്ക് നന്നായി കിട്ടണം. കൽബിൽ അല്ലാഹ് വേണം. കൽബിൽ ആര് വേണം? അല്ലാഹ് വേണം. അള്ളാഹിനെ കിട്ടലാണ് ഏറ്റവും വലിയ ആസ്വാദനം. ആ ആസ്വാദനം ജീവിതത്തിൽ അനുഭവിക്കാൻ, ആ അനുഭവ സാക്ഷ്യത്തിൽ മരിക്കാൻ, അല്ലേ? ഷഹാദത്ത് ക്ലിയർ ആണെങ്കിൽ അങ്ങനെയല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അഷ്ഹദു എന്ന് പറഞ്ഞാല് ഞാൻ അറിയാത്ത കാണാത്തൊരു സാധനത്തിൽ ഞാൻ എങ്ങനെ സാക്ഷ്യം വഹിക്കണേ? അല്ലെങ്കിൽ ഞാൻ പറയുന്നു എന്ന് വെറുതെ പറഞ്ഞത്, ഇത് പറയണേ അല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പുറത്തേക്കുന്ന ഒരാൾ പറയാ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യം വഹിക്കണം, ശരിയാവോ? ഇല്ല. അപ്പൊ ഷഹാദത്ത് ക്ലിയർ ആകണമെങ്കിൽ ആ സാക്ഷ്യം വഹിക്കൽ റെഡിയാവണം. അള്ളാന്റെ കൽബിൽ വേണം. അപ്പോഴേ ഷഹാദത്ത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ പറ്റൂല. അള്ളാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച ശിർക്കുണ്ടല്ലോ, ഏത് ശിർക്ക്? നമ്മുടെ കൽബിലുള്ള ശിർക്ക്. ആ ശിർക്കൻ ചിന്ത മാറ്റാതെ അള്ളാനെ, റസൂലുള്ളാനെ, അള്ളാൻ്റെ സ്വാലിഹീങ്ങളെ നമുക്ക് കിട്ടൂല നമ്മുടെ കൽബിൽ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അപ്പോൾ ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇല്ലേ, നമ്മളൊരു സംഗതി, ഇപ്പം ഞാൻ ഈ റിലീഫ് പദ്ധതിയുടെ കാര്യം നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, ഇത് അള്ളാഹു നമ്മളിലേക്ക് പറയിപ്പിക്കുന്നതാണ്. എന്നെ പടച്ചോൻ ഇതിന് തിരഞ്ഞെടുത്തല്ലോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളതിലല്ല സമാധാനം. എൻ്റെ റബ്ബ് എന്നെ തിരഞ്ഞെടുത്തല്ലോ, റസൂലുള്ള എന്നെ തിരഞ്ഞെടുത്തല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈ സംഗതിയിലായിരിക്കണം നമ്മുടെ സമാധാനം. അപ്പോൾ ഇത് നമ്മൾ പൈസയിലാണ് സമാധാനം കണ്ടെത്തുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്. നമ്മൾ അള്ളാഹ്ക്ക് പകരം പൈസയെ ആരാധിക്കുന്നവരാണ്, ഇല്ലേ?
അപ്പോൾ ആ ബോധ്യത്തിലുള്ളവരുടെ ഒരമലും അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോൾ കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യണം കേട്ടോ. എല്ലാവരെയും അള്ളാഹ് സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ആദ്യത്തെ പുത്തൻവാദികളുടെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഖവാരിജികളാണ് അല്ലേ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ചൊരു വിഭാഗമുണ്ട്. പുത്തൻവാദികളിൽപ്പെട്ടവരാണ്. ആരാണവർ? പരിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടി അല്ലല്ലോ, അള്ളാഹിൻ്റെ കലാമല്ലേ, അള്ളാഹിൻ്റെ സിഫത്തല്ലേ അല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് വാദിച്ചൊരു വിഭാഗം ഉണ്ടായിരുന്നു പുത്തൻവാദികൾ. അവരുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് ഇത്തിരി നീണ്ടുപോയതുകൊണ്ട് വലിയൊരു ദുആയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത്, എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ നമ്മൾ റിലീഫിലേക്ക് ഹദിയ ചെയ്തത്, അതെന്താണെങ്കിലും അള്ളാഹ് അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ അവൻ്റെ അടിമകളല്ലേ. ആ ഒരു സ്നേഹവൈകാരികതയോടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിലെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ മനസ്സിൽ അല്ലാഹ് സന്തോഷം തരട്ടെ. മരിച്ചവർക്കൊക്കെ അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. എക്സാം എഴുതുന്നവർക്ക് അല്ലാഹ് വിജയം തരട്ടെ. ജോലി തേടുന്നവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കട്ടെ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹ് കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹ് സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെയും സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ എല്ലാവരെയും ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.